ഞാൻ ഡോക്ടർ പി ശോഭ തൊടുപുഴയിൽ സ്ഥിതി ചെയ്യുന്ന സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിൽ ഞാൻ ഫാമിലി മെഡിസിൻ വിഭാഗത്തിൽ ഒരു കൺസൾട്ടന്റായി പ്രവർത്തനം ചെയ്യുന്നു. സെക്ഷൽ റെസ്പോൺസ് അഥവാ ലൈംഗിക പ്രതികരണത്തിന്റെ സ്റ്റേജസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ എക്സൈറ്റ്മെന്റ് ഫേസ് ആണ്. അതിനുശേഷം പ്ലാറ്റോ ഫേസ്, പിന്നെ ഓർഗാസം, അതിനുശേഷം കംപ്ലീഷൻ. അപ്പൊ ഈ 4 ഫേസസിലാണ് നമ്മുടെ സെക്ഷൽ റെസ്പോൺസ് പോകുന്നത്. പല തെറ്റിദ്ധാരണകളുമാണ് നമ്മുടെ സെക്സിനെ സംബന്ധിച്ച് നമ്മുടെ കൂട്ടുകാർക്കുള്ളത്. അപ്പൊ ആ സെക്ഷൽ മിത്സിനെ നമുക്കൊന്ന് തകർത്ത് കളയാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ആദ്യമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പുരുഷന്മാർക്കാണ് കൂടുതൽ സെക്ഷൽ ഡ്രൈവ് ഉള്ളത്, അല്ലെങ്കിൽ പുരുഷന്മാർക്കാണ് കൂടുതൽ സെക്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത് എന്നാണ്. പക്ഷെ അതൊരു വലിയ മിത്താണെന്ന് എനിക്കറിയാം. കാരണം ഇത് ഏതൊരു സ്ത്രീക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്കും നമുക്ക് എല്ലാവർക്കും തന്നെ സെക്സിൽ വളരെയധികം താല്പര്യമുണ്ട്. പക്ഷേ സെക്സ് ഒരു ടബു വിഷയമായതുകൊണ്ട് തന്നെ ധാരാളം സ്ത്രീകൾ ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുകയോ സെക്സിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുകയോ ചെയ്യാറില്ല. പിന്നെ രണ്ടാമത്തെ ഒരു മിത്ത് എന്ന് പറഞ്ഞാല് സ്ത്രീകൾക്ക് സ്നേഹമാണ് കൂടുതൽ പ്രധാനമായിട്ടുള്ളത്. തീർച്ചയായിട്ടും പുരുഷന്മാർക്കും സ്നേഹം വേണം. ഒരു ഫിസിക്കൽ കോണ്ടാക്ടിന് പുറമെ ഇതില് സെക്സിൽ ഒരു നമ്മുടെ ഒരു മെന്റൽ അല്ലെങ്കിൽ ഇമോഷണൽ കോമ്പണന്റ് കൂടെ തീർച്ചയായിട്ടും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹം കൂടാതെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഇന്റിമസി എന്നിവയും കൂടി ഈ ഒരു സെക്ഷൽ ആക്ട് ഉൾപ്പെടും. രണ്ടാമത്തെ മിത്ത്, സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിനേക്കാളും ആവശ്യം സ്നേഹമാണ്, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ലൈംഗിക ബന്ധത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ. ഇതും ഒരു വലിയ മിത്താണ്. കാരണം സ്ത്രീകൾക്കും സ്നേഹം വേണം, പുരുഷന്മാർക്കും സ്നേഹം വേണം. സ്ത്രീകൾക്കും ലൈംഗിക ബന്ധത്തിൽ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഈക്വലി തന്നെ ലൈംഗിക ബന്ധത്തിൽ താല്പര്യമുണ്ട്. സോ ഇത് വളരെ സ്നേഹമുള്ള ഒരു ലൈംഗിക ബന്ധമാണെങ്കിൽ എല്ലാവർക്കും വളരെ ഉത്തമമായിരിക്കും. മിത്ത് നമ്പർ 3, ഒരു സർവ്വസാധാരണമായിട്ടുള്ള തെറ്റിദ്ധാരണ നമ്മുടെ സെക്ഷൽ ലൈഫിനെ കുറിച്ചുള്ളത്, ഫോർ പ്ലേ അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു സെക്ഷൽ കോണ്ടാക്ടിന്റെ ഭാഗം അതിന് മുൻകൈ എടുക്കേണ്ടത് ഒരു പുരുഷനാണെന്നാണ്. അതൊരു വലിയൊരു തെറ്റിദ്ധാരണ തന്നെയാണ്. കാരണം ഈ ഫോർ പ്ലേക്ക് മുൻകൈ ഒരു സ്ത്രീക്കും എടുക്കാവുന്നതാണ്. ഇത് ഈ 2 ഡയറക്ഷനിലും കൂടി വർക്ക് ചെയ്താൽ മാത്രമേ ഒരു സെക്ഷൽ കോണ്ടാക്ട് വളരെയധികം സക്സസ്ഫുൾ ആവുകയുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം. മിത്ത് നമ്പർ 4, ഇമോഷണൽ കണ്ടന്റ് പുരുഷന്മാർക്ക് താല്പര്യമില്ല. എന്ന് വെച്ചാൽ ഇമോഷണലി അവര് വളരെയധികം മോശമായിട്ടാണ് അവരുടെ ഒരു റെസ്പോൺസ്. തീർച്ചയായിട്ടും അല്ല. ഇമോഷണൽ ആ ഒരു ക്വാളിറ്റി പുരുഷന്മാരുടെയും സ്ത്രീകളുടെ കൂട്ട് തന്നെ വളരെയധികം ഹൈ ലെവലിലാണ് ഉള്ളത്. കാരണം നമ്മുടെ ഒരു സൊസൈറ്റിയിൽ പറയുന്നത് ഇമോഷണൽ റെസ്പോൺസസ് ഒന്നും പുരുഷന്മാര് പ്രകടിപ്പിക്കാൻ പാടില്ല എന്നാണ്. കുട്ടിക്കാലത്ത് തന്നെ ഒരു ആൺകുട്ടി കരയുമ്പോൾ നമ്മൾ വഴക്ക് പറയും, കരയണ്ടെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുന്നു എന്നുണ്ട്. പക്ഷെ അങ്ങനെയില്ല, അവർക്കും ആ ഒരു ഇമോഷണൽ റെസ്പോൺസ് കാണിക്കാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കണം. മിത്ത് നമ്പർ 5, ഒരു ഓർഗാസം ഏതൊരു സെക്ഷൽ കോണ്ടാക്റ്റിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള സത്യം തന്നെ. പക്ഷെ അങ്ങനെ ഒരു രതിമൂർച്ച അല്ലെങ്കിൽ ഓർഗാസം എപ്പോഴും നമ്മൾ നേടണമെന്നില്ല. പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ ഇജാക്കുലേഷനും ഓർഗാസവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് മറ്റ് പല ഫാക്ടേഴ്സും കൂടി ചേരുമ്പോഴാണ് ഒരു നല്ലൊരു ഓർഗാസം ലഭിക്കുന്നത്. പക്ഷെ പലപ്പോഴും സ്ത്രീകൾ അത് ഫേക്ക് ആയിട്ട് അഭിനയിക്കാറുമുണ്ട്. മിത്ത് നമ്പർ 5, ഒരു പുരുഷനും സ്ത്രീയും ബന്ധപ്പെടുമ്പോൾ ഓർഗാസം വരുന്നത് ഫേക്ക് ചെയ്യാൻ പറ്റുമോ? ഫേക്ക് ചെയ്യാമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഒരു പുരുഷന് അത് അറിയാൻ സാധിക്കും. കാരണം ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഓർഗാസം ആണെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക രീതിക്കുള്ള ഒരു ബോഡിയുടെ പോസ്ചറിങ്ങും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഫേക്ക് ആണെങ്കിൽ യൂഷ്വലി ആ ഒരു ആക്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ള സൗണ്ടുകളും മറ്റുമാണ് ഒരു സ്ത്രീ ഉണ്ടാക്കുന്നത്. ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഓർഗാസത്തിനെ പോലെ ഒരു ബോഡി പോസ്ചറിങ്ങും അല്ലെങ്കിൽ ഒരു ബോഡിയുടെ മസിൽസിന്റെ ഒരു ആക്ടിവിറ്റിയും മറ്റും വളരെയധികം കുറവായിരിക്കും. അടുത്ത മിത്ത്, എല്ലാ സെക്ഷൽ കോണ്ടാക്റ്റും ഒരു ഓർഗാസത്തിൽ ചെന്ന് എത്തണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ആ ഒരു ഇജാക്കുലേഷൻ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ സ്ത്രീക്കാണെങ്കിലും ആ ഒരു മൂർച്ച കിട്ടിയെന്ന് വരില്ല. എന്ന് വെച്ചാൽ അതൊരു അൺസക്സസ്ഫുൾ സെക്ഷൽ കോണ്ടാക്ട് ആണെന്നല്ല. നമ്മൾ ഏതൊരു സെക്ഷൽ കോണ്ടാക്റ്റും അതിന്റെ ഒരു കറക്റ്റ് പെർസ്പെക്റ്റീവിൽ തന്നെ എൻജോയ് ചെയ്യേണ്ടിയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു മിത്താണ്, 2 പങ്കാളികളും 2 പാർട്ട്നേഴ്സും ഒരേ സമയത്ത് തന്നെ ഓർഗാസം എൻജോയ് ചെയ്യണമെന്നുള്ളത്. അതും ഒരു തെറ്റായ ഒരു ധാരണയാണ്. ഞാൻ ആദ്യം വേറൊരു മിത്ത് ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു, ചിലപ്പോ ഒരു പാർട്ട്ണറിന് ഇതുപോലെ തന്നെ ഓർഗാസം ലഭിക്കണമെന്നില്ല. ഏജ് റിലേറ്റഡ് ആയിട്ട് സെക്സിലുള്ള താല്പര്യം കുറയുമോ? ഏജ് റിലേറ്റഡ് ആയിട്ട് ഒരു പരിധി വരെ താല്പര്യം കുറയാം. ലോസ് ഓഫ് ലിബിഡോ ആണുങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഒരു പരിധി വരെ നമുക്ക് സെക്ഷൽ ലൈഫിലുള്ള താല്പര്യം കുറയാം. എന്നിരുന്നാലും സെക്സ് എന്നുള്ളത് ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഇത് നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം പ്രായമായാൽ കൂടി എൻജോയ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സെക്സ്. പ്രധാനമായിട്ടുള്ള ഒരു മിത്ത്, എല്ലാവർക്കും സെക്സിനെ കുറിച്ച് അറിയാം എന്നുള്ള നമ്മുടെ ഒരു വിചാരം,
അത് തന്നെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം പലർക്കും ഇതെന്താണെന്ന് കൂടി അറിയാൻ വയ്യാത്ത ആളുകളുണ്ട്. ഇതിന്റെ ശരിയായ രീതി എന്താണ്, എന്തൊക്കെ തരത്തിലുള്ളതാണ് സെക്സ് എന്നൊക്കെ അറിയാത്ത പല ആളുകളും നമ്മുടെ സമൂഹത്തിൽ